ഹേ ഗൈസ്. സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഒരു കഫേ സ്റ്റഡി സെഷൻ വ്ളോഗാണ്. അതായത് ഞാനിപ്പം വീട്ടിലിരുന്ന് മടുത്തു. ഞങ്ങൾക്കിപ്പോൾ വിൻ്റർ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ വിൻ്റർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുറേ ഡേയ്സ് ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മുന്നത്തെ നോക്കുമ്പം ഇപ്പോഴത്തെ എൻ്റെ ടൈം, അതായത് ഞാൻ പണ്ട് കുറച്ച് ടൈമിൽ തന്നെ കുറേ പോർഷൻസ് കവർ ചെയ്തു. പക്ഷേ ഇപ്പം വന്ന് എനിക്ക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. സോ നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്ന ആ എൻവയോൺമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, അത് നല്ലതായിരിക്കും. ബിക്കോസ് ഓഫ് ഇതൊരു 1 റൂം ഫ്ലാറ്റ് ആയതുകൊണ്ട് എനിക്കങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ യൂഷ്വലി ഞാൻ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞങ്ങളുടെ കോളേജിൻ്റെ ലൈബ്രറി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ടെമ്പററി അത് ക്ലോസ്ഡ് ആണ്. സോ എൻ്റെ ഇന്നത്തെ പ്ലാൻ, ഇന്ന് കുറച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ കഫേ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കഫേ സ്റ്റഡി സെഷനാണ്. ആൻഡ് ജോയിൻ വിത്ത് മീ, ഓക്കെ? സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് വേഗം കഫേയിലേക്ക് പോവാം. ഞാൻ റെഡിയായി. എൻ്റെ ടാബ് എടുത്തു, ഹെഡ്സെറ്റ്, പിന്നെ ഒരു കുപ്പി വെള്ളം, എനിക്ക് പഠിക്കാനുള്ള നോട്ട്സ്. ദിസ് ഇസ് മൈ നോട്ട്സ്. സോ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സോ നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് സെക്യൂർ ആയിട്ട് പോകാം. ഓക്കെ, സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് കഫേയിൽ പോകുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ നോക്കുന്നതാണ്. അപ്പം ഒരു കൂട്ടാകും, പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാവും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ. സോ ഇനി കഫേയിലെത്തിട്ട് കാണാം. നമ്മളിപ്പോൾ കഫേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്. നടന്നിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി കഫേയിൽ പോകും. ആൻഡ് വേറൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഒരുമാതിരി കുട്ടികൾക്കെല്ലാം അവധിയാണ്. അതുകൊണ്ട് അധികം തിരക്ക് കാണാൻ സാധ്യതയില്ല. നമ്മൾ നോക്കാം. പിന്നെ ഈ പറയുന്നത് ഞാൻ ഇപ്പോൾ പോയിരിക്കാൻ പോകുന്ന കഫേ, ഇവിടെ ഒത്തിരി രാജ്യത്തു നിന്നുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒത്തിരി പർപ്പസിനായിട്ട് വന്ന് അവിടെ ചിലർ ജോലിക്കാർ കാണും, സ്റ്റുഡൻസ് കാണും, ലോക്കൽസ് കാണും, ഒത്തിരി ആൾക്കാർ വന്നിരിക്കുന്ന ഒരു കഫേയാണ്. ചെന്നിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫ്രണ്ട്. ഞങ്ങൾ രണ്ട് ഒന്നിച്ചാണ് ഇന്ന് കഫേയിലോട്ട് പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ് മതി കഫേയിലേക്ക് എത്താൻ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ കുറച്ച് സ്റ്റാച്യൂസ് കാണാം. ഇതൊക്കെ ഇവരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏൻഷ്യൻ നൊമാഡിക് ലൈഫിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവരിതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബ്രിയോ കഫേ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി രാജ്യത്തെ ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ വർക്കിങ്ങിനായിട്ടും ഒക്കെ വന്നിരിക്കുന്ന ഒരു കഫേയാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും അതുപോലെ തന്നെ ഫ്രീ വൈഫൈ ഒക്കെ ഉള്ളൊരു കഫേയാണേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഇവിടെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസും അതുപോലെ തന്നെ വർക്കിംഗ് പീപ്പിളൊക്കെ ഭയങ്കര കുറവാകാനാണ് സാധ്യത. ലെറ്റ്സ് സീ. ഇതിന് മുന്നേ ഞാനിവിടെ പോയിട്ടുള്ളത് ഒരു 6 മന്ത്സ് ബാക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തെ ആംബിയൻസ് ഒക്കെ അന്നും നല്ലതാണ്, ഇന്നും ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ക്രിസ്മസ് വൈബിലാണ് എല്ലാം ഒരുക്കിയേക്കുന്നത്. ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇൻ കമ്പയറിങ് ടു അതർ കഫേസ്, ബട്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ഞാൻ വന്നത് ജാക്കറ്റൊക്കെ അങ്ങ് ഊരി വെച്ചു. നല്ല റൂം ടെമ്പറേച്ചറാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പഠിക്കാൻ അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫാർമയാണ്. സെറിബെല്ലത്തിൽ നിന്നാണ് ഞാൻ ഫാർമ പഠിക്കുന്നത്. സെറിബെല്ലം ഫാക്കൽറ്റി GRG സാറാണ്. GRG സാർ ഇസ് എ ഗോഡ്, പറയാതിരിക്കാൻ വയ്യ. പുള്ളി നല്ല കിടിലമായിട്ട് പഠിപ്പിക്കും. ഞാനിത് ഫ്രഷ് ആയിട്ടല്ല പഠിക്കുന്നത്, ഇതിൻ്റെ റിവിഷനാണ്. ഇവിടെ നമുക്ക് ബ്രിയോയുടെ തന്നെ വൈഫൈ ഉണ്ട്. സോ വൈഫൈ എടുത്ത് നമുക്ക് ഇനിയിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ ഓരോരോ സബ്ജക്റ്റ് പഠിക്കുന്നത് ആ സബ്ജക്റ്റിലെ ദി ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഫാക്കൽറ്റി ഏതാണോ അവരുടെ വീഡിയോസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എല്ലാ സബ്ജക്റ്റും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും എനിക്കില്ല. സോ അങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ ഏത് ഫാക്കൽറ്റിയാണോ ബെസ്റ്റായിട്ട് തോന്നുന്നത് ആ ഫാക്കൽറ്റി ഏത് പ്ലാറ്റ്ഫോമിലാണോ ഉള്ളത് അങ്ങനെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറിബെല്ലത്തിൽ നിന്നാണ് ഞാൻ ഫാർമ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രെപ്ലാഡറിൽ നിന്നാണ് അനാറ്റമി പഠിച്ചത്. അതുപോലെ തന്നെ മാരോയിൽ നിന്നാണ് സർജറി പഠിച്ചത്. അപ്പം ഏത് ഫാക്കൽറ്റിയാണോ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഇത് ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ഫാക്കൽറ്റിയുടെ വീഡിയോസ് കണ്ടുപഠിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ പഠിക്കാനിരിക്കുമ്പോഴേ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ളത് ബ്രെയിൻ സ്റ്റോമിങ്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്
എൻ്റെ റിവിഷനാണ്, ഞാൻ ഫ്രഷ് ആയിട്ട് പഠിക്കുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി അറിയാം. ബ്രെയിൻ സ്റ്റോം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ വേ ഉണ്ടല്ലോ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള, അതൊന്ന് നോട്ട് ചെയ്യുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. സോ ഞാൻ ആദ്യം തന്നെ എനിക്ക് പഠിക്കാനുള്ള വേ അല്ലെങ്കിൽ ഞാൻ ആദ്യം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങൾ ആക്റ്റീവ് റീകോൾ വഴി എൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഒന്ന് എഴുതി വെക്കും. ഒന്ന് മാത്രം ഓർക്കുക, നമുക്ക് ആദ്യമൊന്നും ഇതൊട്ടും എഫക്റ്റീവ് ആവില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എഫക്റ്റീവ് ആകത്തുള്ളൂ. ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഓർത്തെടുക്കണമെന്നുമില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് പേപ്പർ ഒന്ന് മറിച്ച് നോക്കും. എന്നിട്ട് ഓക്കെ എനിക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായി, ഓക്കെ ഐ ക്യാൻ റീകോൾ ഇറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് നല്ലപോലെ ഒരു പേപ്പറിലേക്ക് എൻ്റെ മൈൻഡിൽ വരുന്നത് എങ്ങനെയാണോ അതുപോലെ, മേ ബി ഒരു ഫ്ലോ ചാർട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷനായിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ ക്വസ്റ്റ്യനായിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അതെന്താണോ ഞാൻ അതുപോലെ പേപ്പറിലേക്ക് എഴുതും. എന്നിട്ട് ഒറിജിനലായിട്ടുള്ള എൻ്റെ ഹാൻഡ് മെയ്ഡ് നോട്ട് അത് വെച്ച് ഞാൻ ഒന്നുകൂടെ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യുന്ന ആക്റ്റീവ് റീകോളിങ്. ഇതൊക്കെ പലർക്കും പല രീതിയിൽ ചെയ്യാം, പക്ഷേ എല്ലാത്തിൻ്റെ ഒരു ബേസ് സിമിലർ ആയിരിക്കും. ആക്റ്റീവ് റീകോളിങ്ങിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തീം നല്ലപോലെ മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമ്മുടെ ബ്രെയിൻ അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇതുവരെ പഠിച്ച സബ്ജക്റ്റുകളിൽ എനിക്ക് ഏറ്റവും വോളറ്റൈലായിട്ട് തോന്നിയിട്ടുള്ള 2 സബ്ജക്ട്സാണ്. ഒന്ന് പത്തോളജി, വേറൊന്ന് ഫാർമ. ഭയങ്കര വോളറ്റൈലാണ്, എസ്പെഷ്യലി ഡ്രഗ്സിൻ്റെയൊക്കെ നെയിം വരുമ്പോൾ ഭയങ്കര വോളറ്റൈലാണ്. ഒരിക്കലും അത് എല്ലാവർക്കും എപ്പോഴും ഓർമ്മ നിൽക്കണമെന്നില്ല. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്റ്റീവ് റീകോൾ, ഇതൊക്കെ വഴിയേ നമുക്ക് ഡ്രഗ്സിൻ്റെ നെയിം ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ചിലർക്ക് അനാറ്റമി വോളറ്റൈലായിട്ട് തോന്നാം, പക്ഷേ എനിക്ക് അനാറ്റമി വോളറ്റൈലിനുപരി കുറച്ചും കൂടെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഫാർമയിൽ ഏറ്റവും ഈസി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കാനാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് അതിൽ നല്ല കോൺസെപ്റ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഡ്രഗ്സിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ മറന്നു പോകാറ്. എനിക്ക് പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം റിവിഷനാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ. ചിലർക്കൊക്കെ റിവിഷൻ ചെയ്യാനാണ് ഏറ്റവും മടി. പക്ഷേ എനിക്ക് റിവിഷനാണ് ഭയങ്കര ഇഷ്ടം. കാരണം പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഞാൻ അത്രയും ഓർക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ കോൺസെപ്റ്റ് അത്രയും നല്ല രീതിയിൽ കിട്ടിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. സോ എനിക്ക് റിവിഷൻ ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. സോ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഒരു 1.5 hours കണ്ടിന്യൂസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു. പീറ്റ്സ ആയിരുന്നു ഓർഡർ ചെയ്തത്. സോ പീറ്റ്സ നല്ല പീറ്റ്സയായിരുന്നു. പീറ്റ്സയൊക്കെ കഴിച്ച് ഒരു ചില നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. ബട്ട് പഠിച്ച് സമയം പോയത് അറിഞ്ഞില്ല. വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ സൺസെറ്റ് ആകും. ഒരു 5:30, 5:40 ഒക്കെ ആകുമ്പോൾ തന്നെ സൺസെറ്റ് ആകും. പിന്നെ നല്ല ഇരുട്ടാകും. അതുകൊണ്ട് തന്നെ കടകൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ അടയ്ക്കുന്നത്. സോ നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. അപ്പോൾ എന്നാൽ ഞാൻ എൻ്റെ തിങ്സ് എല്ലാം പാക്ക് ആയിട്ട് ഈ ടവലിൽ എടുത്ത് വെക്കണം. ഈ നിരത്തിയിട്ടേക്കുന്ന എല്ലാം എടുത്ത് ബാഗിൽ വെക്കണം. ഞാനിവിടെ ഒരു 12 o'clock ആയപ്പോഴാണ് വന്നത്. ഇപ്പോൾ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 to 6 hours നല്ലപോലെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റി. അതിൽ ഒരു 4.5 hours നല്ല രീതിയിൽ പഠിച്ചു. ഇത് നമ്മുടെ ബ്രിയോ കഫേ. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇനി നേരെ വീട്ടിലോട്ടാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായി. ഓക്കെ, ഇനി നടക്കണ്ടേ, കാരണം നല്ല തണുപ്പാണ്. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഇവിടുന്ന് കുറച്ച് നടന്നാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തും. ബസ് സ്റ്റോപ്പിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ട്. സോ ബസ് കയറി നമുക്കിനി വീട്ടിൽ പോകാം. ആൻഡ് ഇത്രയേ ഉള്ളൂ കഫേ വ്ളോഗ് കഫേ സ്റ്റഡി വ്ളോഗ്. ആൻഡ് ഇനിയും വേറെ സ്റ്റഡി വ്ളോഗ്സുമായിട്ടൊക്കെ വരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.